പിന്നെ ട്രാഫിക്കിൽ നല്ലൊരു പാട്ട് പാടാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. കണ്ണെറിഞ്ഞാൽ കാണാ തീരം അത് കാത്തിരിക്കും. അത് നല്ല റേഞ്ചാണ്. അത് നമുക്ക് ഇരുന്നൊന്നും പാടാൻ പറ്റില്ല. സംഗീതം എണീറ്റ് ഞാനും നമ്മുടെ ഇഷാം ഇപ്പോഴത്തെ മ്യൂസിക് ഡയറക്ടർ ഞങ്ങൾ ഒരുമിച്ചാണ് പാടിയത്. ഇഷാം വന്ന് സ്റ്റാർ സിംഗറെ കഴിഞ്ഞ് നല്ല സെറ്റായിട്ടിരിക്കണ. അപ്പൊ മെജോ ജോസഫ് മെജോന്റെ പാടെ അങ്ങനെ ഒരു പാട്ടുണ്ട്, മോനെ പുള്ളി മോനെ ബിബി മോനെ വരും. അപ്പൊ അങ്ങനെ ചെന്ന് കേട്ടപ്പോ തന്നെ പടമൊന്നും അറിയില്ല. അത് കഴിഞ്ഞപ്പോൾ പുള്ളി ട്രാഫിക് എന്ന് പറഞ്ഞ പടമാണ്. അപ്പൊ അത് നല്ലൊരു ഇടക്കിടക്ക് ഇങ്ങനെ റീൽസ് ആയിട്ടൊക്കെ വരാറുണ്ട്. അപ്പൊ പിന്നെ സീനിയേഴ്സിലൊരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു, അത് അലക്സ് പോൾ സാറാണ്. അങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ ചെറുതായിട്ടൊക്കെ പാടി ഇങ്ങനെ കുറെ പടങ്ങൾ പാടിയിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് അപ്പോഴേക്കും കൊറോണ വന്നല്ലോ 2020. കൊറോണയിൽ നമ്മൾ തകർന്ന് തരിപ്പണമായി പോയി. കാരണം ഞാൻ ഒരു വീടൊക്കെ വെച്ചിട്ട് കയ്യിലൊന്നുമില്ല, എല്ലാം ഫുൾ അക്കൗണ്ടൊക്കെ കാലിയായി. അങ്ങനെ കൊറോണയിൽ നമ്മൾ തകർന്ന് ആദ്യത്തെ ഒരു കൊല്ലമൊന്നും കുഴപ്പമില്ല, കുറച്ച് പൈസയൊക്കെ ഉള്ളതുകൊണ്ട്. രണ്ടാമത്തെ വന്നപ്പോൾ പിടിവിട്ട് പോയി. പിന്നെ ഞാൻ ഓർത്തേ ഇനിയിപ്പോൾ പിള്ളേരൊക്കെ ഓൾറെഡി പിന്നെ നമ്മൾ ഇനി ഇതുമായിട്ട് നിന്നിട്ട് കാര്യമില്ല. നല്ല സീനിൽ ഞാൻ എൻ്റെ പാസ്പോർട്ടൊക്കെ ഒരു കൂട്ടുകാരന് കൊടുത്ത് ദുബായിൽ. എടാ എന്തെങ്കിലുമൊക്കെ ഒന്ന് സെറ്റായി, ഇവിടെ രക്ഷയില്ല, EMI വീടിൻ്റെ ലോൺ അതൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഓക്കെ. അപ്പോൾ പറയാം എന്തിനാണ് ഇവിടെ വന്നിട്ട് നിൻ്റെയൊക്കെ പറഞ്ഞേക്കണ പണിയതാണ്, അപ്പോൾ ഇത് റെഡിയാവുന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നമ്മൾ ഒരു ദിവസം എനിക്കൊരു ഷോപ്പുണ്ട്, ഒരു കടയുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ കടയിലേക്ക് കയറി നമ്മൾ, കാരണം നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണ്ടേ. എല്ലാ ദിവസവും വെളുപ്പിനാകുമ്പോൾ എണീക്കും, ഉറക്കമില്ല, ഓരോ കാര്യങ്ങളാണ് ഇങ്ങനെ. അപ്പോഴേക്കും ആണ് എനിക്ക് ഒരു കോള് വരുന്നത്. ഇങ്ങനെ നമ്മുടെ അൻവർ സാത്ത് എന്ന സിംഗറുണ്ട് ട്രിവാൻഡ്രം. പുള്ളി എന്നെ വിളിച്ച് എടാ എന്തൊക്കെയുണ്ട്, നല്ല തന്നെ, എന്താണ് പരിപാടി അതൊക്കെ വേറെ കൊതിപ്പിക്കില്ല. അങ്ങനെയാണ് ഒരു പാട്ടുണ്ട് പാടാന്ന് പറഞ്ഞു. നമ്മൾ പാടാല്ല. അപ്പോൾ എന്ത് സംഭവം, അത് ഹൈദരാബാദിൽ പോകണം. ഞാൻ ഹൈദരാബാദാ, ഇതെന്താണ് ഒരു പടം ഉണ്ടാന്ന് പറഞ്ഞു, ഒരു റീമേക്ക് വേണം. ഞാൻ പറഞ്ഞു ഞാൻ ഇല്ലേക്ക് ഹൈദരാബാദിലേക്ക്, നമ്മൾ സാധാരണ എല്ലാ പടങ്ങളും ഇവിടെയല്ല പാടണത്, നീ ഉദ്ദേശിക്കണ അവിടുത്തെ ഒരു പടമല്ല ഇത്. ഞാൻ പറഞ്ഞു അപ്പോൾ ആ കറക്റ്റ് ദിവസം എനിക്ക് ഫസ്റ്റ് കൊറോണയൊക്കെ ഇങ്ങനെ ഫെയ്ഡായിട്ട് ഫസ്റ്റ് ഒരു പരിപാടി കലൂരൊരു ഷോ വന്നിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് ഒരു സാധനം ഒരു വരുമാനം കിട്ടും. പിന്നെ അതുമല്ല 2 വർഷത്തിന് ശേഷം നമ്മൾ ഓഡിയൻസിനെ ഇങ്ങനെ ആ ഒരു ഞാൻ പറഞ്ഞു കറക്റ്റ് ദിവസം എനിക്ക് അന്നൊരു പരിപാടി ഉണ്ട്, ഞാൻ അന്ന് വേറെ ആളെ നോക്കാന്ന് പറഞ്ഞു. എന്നാൽ ശരിയാടാ ഞാൻ ആരും നോക്കാമെന്ന് പറഞ്ഞ് പുള്ളി ഇങ്ങനെ ഫോൺ കട്ട് ചെയ്യാൻ പോയപ്പോൾ ഞാൻ പുള്ളി ചോദിച്ചാൽ ഏതാ പടം എന്ന് ചോദിച്ചു. എടാ അത് ഒരു KGF Chapter 2 എന്ന് പറഞ്ഞ പടം എന്ന് പറഞ്ഞു. എൻ്റെ കിളി പറഞ്ഞു. കാരണം ഞാൻ ഈ KGF 1 കണ്ടട്ടെ, 1 ആ ടൈമിൽ ഞാൻ ഏതൊരു വേറൊരു പടം കാണാൻ വേണ്ടി KGF 1 കണ്ടു. 1 കണ്ടപ്പോൾ നമ്മളിങ്ങനെ പടം മാറിപ്പോയി. ഞാൻ എന്നെ കണ്ടപ്പോഴേ നമ്മൾ പാടാൻ ആഗ്രഹിക്കുന്ന കുറേ ഹമ്മിങ്ങും ആ സാധനമൊക്കെ ഇല്ലേ, ഇതെന്തോ കൊള്ളാല്ലേ ഇത്. അപ്പോൾ ഞാൻ ഓർത്ത് ഇതിലൊക്കെ പാടണമെങ്കിൽ ആരെ പിടിക്കണം. അപ്പം ഞാൻ ഇങ്ങനെ എനിക്ക് ആ ഒരു പേര് ഇങ്ങനെ ഒരു പേര് കിട്ടി, സുധാംശു എന്നും പറഞ്ഞിട്ട്, ലിറിക്സ് സുധാംശു. ഓക്കെ, പുള്ളിച്ചാറിനെ എനിക്ക് പരിചയമുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു പ്രാവശ്യം ഫുള്ള് കോൺടാക്ട് ചെയ്തു. അപ്പോൾ ഓക്കെ മോനെ എന്തെങ്കിലുമൊക്കെ കണ്ട് വിളിക്കാമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരു മിനിറ്റ് ഞാൻ ഇപ്പം തിരിച്ചു വിളിക്കാമെന്ന്. ഞാൻ നമ്മുടെ എനിക്ക് പരിപാടി ഏൽപ്പിച്ചാലും തിരിച്ചു വിളിച്ച്, എടാ ഇങ്ങനൊരു സീനുണ്ട്. ആ പറഞ്ഞാൽ അത് കുഴപ്പമൊന്നുമില്ല, അത് വലിയ പരിപാടിയൊന്നുമില്ല, നീ പോയിക്കോന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ കൊച്ചി ടു ബാംഗ്ലൂർ ടു മംഗലാപുരത്താണ് ഷൂട്ട്. മറ്റേ നമ്മുടെ രവി ബസ്രൂർ സാറിൻ്റെ വീടാണ് പുള്ളിയുടെ ഒരു സ്റ്റുഡിയോ കോംപ്ലക്സ്. അങ്ങനെയാണ് തൂഫാനിലേക്ക് എത്തുന്നത്. തൂഫാൻ, രണധീര, 2 പാട്ട്. അത് ഭയങ്കര ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവം. കാരണം നമുക്ക് ഒരു അടുത്തൊരു പടി ഈ ചോട്ടാ മുംബൈ കിട്ടിയ പോലെ ആഫ്റ്റർ കൊറോണ ഒരു പിടിവള്ളിയാണ്. അങ്ങനെ അതും സംഭവിച്ചു. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ആ സമയത്ത് പിന്നെ അങ്ങോട്ട് വന്നിട്ടുള്ള ബാനറിലും ഫ്ലക്സിലൊക്കെ KGF 2 പാടിയ ഉറപ്പില്ല. കാരണം KGF പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, ഭയങ്കര ഹൈപ്പുള്ള പടമല്ല. അപ്പോൾ അതിലൊരു ഭാഗം നമ്മുടെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര, അപ്പോൾ അതിലും ആ പാട്ടിലും ഒരു ഭാഗമാണ് സാധിച്ചു. തൂഫാനും രണധീരം. ഈ രവി ബസറിന്റെ ഒരു ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നൊരു വിധം ഉണ്ടല്ലോ, അതായത് ഇങ്ങനെ ഇത്രയാണ് എനിക്ക് വേണ്ടത്, ഇങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് അലർച്ചയാണ് എനിക്ക് വേണ്ടത്, പക്ഷെ അത് മ്യൂസിക്കലി അലറണം, അങ്ങനെ വേണം. എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ അടുത്ത്, ഇങ്ങനെയാ പാടേണ്ടതെന്നൊക്കെ? പുള്ളി ആദ്യം ഞങ്ങളെ പാട്ട് കേൾപ്പിച്ചു. പുള്ളി പാടുന്ന ട്രാക്കായിരിക്കും. പുള്ളിയുടെ ഒരു സന്തോഷ് ബെങ്കി, നമ്മുടെ മാർക്കോലൊക്കെ പാടിയേക്കണ സന്തോഷ് ബെങ്കി, പുള്ളി ആണ് സാറിന്റെ മെയിൻ ആള്. അപ്പൊ പുള്ളി പാടിയേക്കണ സാധനം കേൾപ്പിച്ചു. അപ്പൊ ധീര അതാണ് സാധനം. അപ്പൊ ഞങ്ങള് നോക്കി ഇതെങ്ങനെ പാടും, കാരണം അവര് നല്ല സെറ്റാണ് പാടിച്ചോണ്ട്. അപ്പൊ ഞങ്ങള് ഫസ്റ്റ് തൂഫാൻ പാടാൻ പറഞ്ഞു. തൂഫാൻ 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 എടി മിന്നൽ ഇന്നു അങ്ങനെ പാടിയടാ. പുള്ളി പറഞ്ഞു സാർ
ഇത് ലവ് പടമല്ലേ, വയലന്റ്, എനിക്കിതല്ല വേണ്ടേ, തുഫാൻ അത് വേണമെന്ന് പറയും. അപ്പൊ ഓക്കെ, അതാണ് സീൻ. പിന്നെ നമ്മളൊരു പിടുത്തം കൊണ്ട് പിടിച്ച്, ഞങ്ങളൊരു 3 പേരുണ്ടായിരുന്നു, ഒരു പിടുത്തം പിടിച്ച് അത് പല ട്രാക്കിലാക്കി. എനിക്കൊന്നൊരു 4 ട്രാക്ക്, 4x3 12 പേര് പാടുന്ന എഫക്റ്റിലാണ് ഈ സാധനം പുറത്തേക്ക് വന്നത്. അപ്പൊ ഈ ഒരു പാട്ട് പാടിക്കഴിഞ്ഞപ്പോ തന്നെ നമുക്ക്, പക്ഷെ നമ്മൾക്ക് അത് സ്ക്രീനിൽ കേട്ടപ്പോഴാണ് അതിന്റെ ഒരു സംഭവം മനസ്സിലായത്. ഓ അത് വേറെ സീനല്ലേ. അതുപോലെ അത് അങ്ങനത്തെ ടഫായിട്ടുള്ള വരികളും വേറെ. ആക്ച്വലി ഇപ്പോഴും ആളുകൾ ശ്രദ്ധിച്ചിട്ടില്ല, കാരണം അതിലത്തെ വരികൾ ഭയങ്കര ടഫാ പാടാൻ. ഈ പടകാളി ചെങ്കി ചെങ്കി ഈ ടടടടടയ്ക്ക് വരികളും ഉണ്ടല്ലോ, വെറുതെ ടടടട അല്ലല്ലോ അതിനകത്ത്. അത് നല്ലൊരു ടാസ്ക് ആയിരുന്നു. അതെല്ലാം അടിപൊളിയായിട്ട് എനിക്കൊന്നും അവര് തന്നെ പറഞ്ഞു. ഫസ്റ്റ് അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ മലയാളം. ഓ പവർഫുള്ള് അടിപൊളിയാണെന്ന് പറഞ്ഞു. പാടാവോ അത്? തുഫാനാണോ? ഇപ്പൊ ഞാൻ പാടിക്കഴിഞ്ഞാൽ ചിലപ്പോ ഒരു പവർ കുഴപ്പമില്ല. തുഫാൻ തുഫാൻ ഇടിമിന്നലിന്നു തടയിട്ടവനെ തുഫാൻ തുഫാൻ തുടികൊട്ടിടുന്ന കടുതുന്തുമനെ തുഫാൻ തുഫാൻ പടവെട്ടിടുന്ന രണഭൈരവനെ തുഫാൻ തുഫാൻ ചിറകെട്ടിടുന്ന നെടുനായകനെ. ഇങ്ങനെ അങ്ങോട്ട് അലറി, അതാണ് സാധനം. പിന്നെ ധീര ഒറ്റയ്ക്ക് അതുണ്ടായിരുന്നു അല്ലേ? എനിക്കൊന്നും തൂഫാനായാലും കൂടുതൽ സ്ട്രെയിൻ ചെയ്ത് അതാണ് ധീര, ആ സാധനമില്ലേ, അതാണ് ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ. നമ്മൾക്ക് മുമ്പ് തന്നെ തമിഴ് ടീം കയറി പോയി. തമിഴ് ടീം കയറി കഴിഞ്ഞ് തമിഴ് ഇറങ്ങി വന്നപ്പോ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കണേട്ടാ. അപ്പൊ അവര് തമ്പി അപ്പൊ വേറെ അത്ര പവറിലാണ്. അപ്പൊ അതിന്റെ പവറിലാണ് അതിന് മുകളിലാണ് നമ്മൾ പാടിയത്. നിങ്ങൾ തന്നെ പാടിയിട്ടുള്ള പല കാര്യങ്ങളും ഇതിൽ എഫക്ട്സ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അതായത് ചില ചുറ്റി കിടക്കുന്ന സീക്വൻസ് അല്ലെങ്കിൽ ചില ഫൈറ്റ് സീക്വൻസിന്റെ ഇടയിലൊക്കെ ഇപ്പൊ ഈ നല്ല സാധനങ്ങൾ കയറി വരും. ട്രെയിലറിലൊക്കെ അത് മിക്സ് വന്നിട്ടുണ്ട്. അതില് പുള്ളി പാട്ട് കഴിഞ്ഞപ്പോ കുറെ സാധനങ്ങളൊക്കെ പഠിച്ചായിരുന്നു. ജയ് ജയ് എന്നൊക്കെ ഒരു സാധനം. അതിങ്ങനെ ഓരോ സിംഗേഴ്സും മൈക്കിന്റെ 4 വശത്തൊക്കെ പോയിട്ട് എനിക്കൊന്നും ഇങ്ങനെ ഈ തിയേറ്ററിൽ നിന്ന് പല ഇതില് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു. കോവിഡിന് ശേഷം ഈ മെഗാ ഷോകൾ ഉണ്ടായിരുന്നല്ലോ, അതായത് സ്കിറ്റ്, പാട്ട്, ഡാൻസ്, അങ്ങനത്തെ ഒരു പാക്കേജ് ഷോകൾ ഉണ്ടായിരുന്നു പണ്ട്. മെഗാ ഷോ. അപ്പൊ ഇപ്പൊ മിമിക്രി ആർട്ടിസ്റ്റോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, അങ്ങനത്തെ ഒരു കാലഘട്ടം അവസാനിച്ചു, ആ ട്രെൻഡ് പോയി. ഇപ്പൊ ഒന്നില്ലെങ്കിൽ ഒരു ബാൻഡ് വന്ന് പെർഫോം ചെയ്യും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു റാപ്പർ വന്ന് പെർഫോം ചെയ്യും, അതേ ഉള്ളൂ എന്നുള്ളത്. ശരിക്കും കോവിഡിന് ശേഷം എങ്ങനെയാണ് ട്രെൻഡ് മാറിയത്? ഇപ്പൊ ബ്രോ പറഞ്ഞ ശരിയാണ്. ഇപ്പൊ എനിക്ക് സെലിബ്രേഷൻ മൂഡാണ് കൂടുതലും. ഇപ്പൊ മിമിക്രി ആണെങ്കിൽ തന്നെ സ്കിറ്റിനായാലും എനിക്കൊന്നും ആൾക്കാർക്ക് ഇഷ്ടം 1 man ഷോ വന്നിട്ട് ഒരാള് സ്റ്റാൻഡപ്പ് കോമഡി മഹേഷും അങ്ങനത്തെ ഇല്ലേ, സ്പോട്ട് ഡബിങ്, അങ്ങനത്തെയാണ് എനിക്ക് കൂടുതലായിട്ട് തോന്നിയത്. സ്കിറ്റ് കുറച്ച് അങ്ങനത്തെ ഒരു സംഭവം. പിന്നെ ആൾക്കാരിപ്പോൾ എല്ലാം വൈബ് മൂഡിലാണ് വരുന്നത്, ഡാൻസ് കളിക്കാനുള്ള മൂഡിലാണ് വരുന്നത്. സെക്കൻഡ് പാട്ട് തന്നെ തപ്പാങ്കുത്തും അടിപൊളി, അത് എനിക്ക് കറക്റ്റായിട്ട് തോന്നിയിട്ടുണ്ട്. പാട്ടിലാണ് കൂടുതൽ ഇപ്പോൾ